ഹലോ. അങ്ങനെ സാന്ത്വനത്തിൽ ദേവൂട്ടിക്ക് പടം വരയ്ക്കാൻ പേപ്പറില്ല എന്നും പറഞ്ഞിട്ട് നേരെ കണ്ണം വരച്ച് വെച്ചിരിക്കുന്ന ആ പേപ്പർ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെഷീൻ്റെ പാർട്സുകൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ പോയി എടുത്തിട്ട് വന്ന് ക്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ദേവി. ഇത് കണ്ടിട്ട് പാവം കണ്ണൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ പറഞ്ഞിട്ടുള്ള എല്ലാ വർക്കുകളും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പിക്ചർ അത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വന്ന് മേശയിൽ നോക്കുമ്പോഴത്തേക്കും കാണുന്നില്ല. നോക്കുമ്പോൾ ഇവിടെ ക്രാഫ്റ്റ് ഉണ്ടാക്കി കളിക്കുകയാണ്. ഓടി വന്ന് ദേവൂട്ടിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മുറിയിൽ കയറിയത് ആരാന്ന്. ഞാനാ കൊച്ചിച്ചാന്ന് പറയുകയാണ്. അവിടുന്ന് പേപ്പർ എടുത്തു, പക്ഷേ പടം വച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പ്ലെയറെ പേപ്പറാണ് ഞാൻ എടുത്തതെന്നൊക്കെ പറയുന്നെങ്കിലും കണ്ണനും വിശ്വസിക്കുന്നില്ല. കണ്ണൻ പറഞ്ഞ് വരച്ച് വെച്ചിരുന്ന പേപ്പർ അവിടെ കണ്ടില്ലല്ലോ, എന്തായാലും ദേവൂട്ടി തന്നെയാണ് എടുത്തതെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യം വന്ന് കണ്ണൻ എന്ത് ചെയ്തു, ഉണ്ടാക്കി വെച്ചിരുന്ന ക്രാഫ്റ്റ് എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി ദൂരെ എറിഞ്ഞു. ഇത് കണ്ട് ദേവിയും കൊച്ചും എല്ലാം കൂടെ ദേഷ്യവും കൊച്ചങ്ങോട്ട് കരയാൻ തുടങ്ങിട്ടോ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ച എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതിന് അതിനൊരു വിലയും വലിയെടുത്തിക്കില്ല, ഈ ഒരു ക്രാഫ്റ്റിനാണോ വില എന്നിങ്ങനെ കണ്ണൻ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അവിടുത്തെ ബഹളവും എല്ലാം കേട്ടിട്ട് ഓടി എല്ലാവരും പുറത്തേക്ക് വരികയാണ്. അങ്ങനെ അപ്പോൾ ഒന്നിച്ച് കുഞ്ഞു കരയണുണ്ട്, എന്താന്ന് ചോദിക്കുമ്പോൾ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ കണ്ണൻ പറയാണ്, എൻ്റെ മുറിക്കകത്ത് കയറാൻ ആർക്കും ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല, എന്തിനാ അതിനകത്ത് കയറി എടുത്തിട്ട് വന്നതും പോരാ എന്നിട്ട് എടുത്തിട്ടില്ല എന്ന് കള്ളവും കൂടെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പു പറയുന്നുണ്ട്, നീ വന്ന നേരം മുതൽ വന്ന ദിവസം മുതൽ നീ പറയുന്നുണ്ട് നിൻ്റെ മുറി എന്ന്. നിനക്ക് ഇവിടെ ആരാ മുറി പതിച്ച് തന്നിരിക്കുന്നത്? ഇവിടെ പ്രത്യേകിച്ച് ആർക്കും ഒരു മുറിയില്ല, ഇത് തന്നെ നിനക്ക് തന്നത്, നിനക്ക് മുറിയില്ല, ഞാൻ സോഫയിൽ കിടക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ മുറി നിനക്ക് തുറന്നു തന്നതില്ല, അല്ല നിനക്കായിട്ട് എവിടെയാ മുറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പു അങ്ങ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ട് ശിവനും അഞ്ജുവും ബാലനും ദേവി എല്ലാവരും കൂടെ ഇറങ്ങി വരാം കേട്ടോ. അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട് എന്താ കാര്യം. കൊച്ചിനെ കരയിപ്പിച്ചില്ല. ഉടനെ തന്നെ ബാലിനെ ഇഷ്ടപ്പെടുന്നില്ല, അഞ്ജുവിനും ഇഷ്ടപ്പെടുന്നില്ല. എടാ, ഈ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ എത്ര കാത്തിരുന്നതാ, എന്നിട്ടും നീ ഇപ്പോൾ അവളോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്, നിനക്ക് എങ്ങനെയാണ് തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ ബാലൻ ചോദിക്കണം. പിന്നല്ലാതെ ഞാനിവിടെ കഷ്ടപ്പെട്ട് ഓരോന്നും ഉണ്ടാക്കി വെച്ചത് എടുത്തുകൊണ്ട് കളഞ്ഞതിനൊന്നും ഒരു തെറ്റുമില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കണം. ഉടനെ അപ്പു പറയുന്നു കേട്ടോ, പാവം കണ്ണൻ വന്നു കയറി അന്ന് മുതലാണല്ലോ ഇവിടെ പ്രശ്നങ്ങൾ, നിൻ്റെ തല കണ്ട സമയം മുതലാണ് ഇവിടെ അച്ഛൻ മരിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കണ്ണൻ മാത്രമല്ല എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. പെട്ടെന്ന് അപ്പുവിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും വീഴാൻ പാടില്ലാത്തൊരു വാക്ക് തന്നെയാണ് വീണത്. ഹരിയാണെങ്കിൽ ചോദിക്കുന്നു, നീ എന്താടി പറഞ്ഞത് എന്നും പറഞ്ഞൊരു ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പുവിന്. ഉടനെ ബാലൻ അത് സഹിക്കുന്നില്ല. ബാല ഓടിപ്പോയി, നീ എന്തിനാടാ അവളെ അടിച്ചത്, ഈ വീട്ടിൽ കുടുംബക്കാരും പെണ്ണുങ്ങളെ തല്ലാറില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹരിക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴുടനെ അപ്പു പറയാൻ കേട്ടോ, എന്തിനാ എൻ്റെ ഭർത്താവല്ലേ എന്നെ തല്ലിയത്, അത് ഞാനങ്ങ് സഹിച്ചു, പക്ഷേ അങ്ങേരത്തല്ല നിങ്ങൾ ആരാ എന്നിങ്ങനെ ബാലൻ്റെ മുഖത്തേക്ക് ചോദിക്കണം. അപ്പു ആ ഗതി വരെ എത്തിയിട്ടോ. സാന്ത്വന വീട്ടിൽ ബാലനാകെ തകർന്നകത്ത് കയറി പോയിരിക്കണം. പിന്നെ നമ്മുടെ കണ്ണൻ പാവം, അവനും ആഗ്രഹങ്ങൾ കാണില്ലേ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ, അതിനു വേണ്ടി അവൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ സാന്ത്വനം കുടുംബം. ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡിൽ ഇന്നത്തെ കാണിച്ചിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.